Okay, good morning. ഇന്ന് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ 4ാമത്തെ ക്ലാസ് ആണ്. റാങ്ക് ഫയൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് എടുക്കാൻ പോകുന്നത് അഡീഷണൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫയലാണ്. സോ നിങ്ങൾ കേട്ടിരിക്കുക, ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയാം. ഇതിന്റെ സ്റ്റഡി മെറ്റീരിയലിൽ ഞാൻ PDF മാർക്ക് ചെയ്തിട്ടിടാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? PDF ഓക്കെ അല്ലേ? First question, the foundation work generally includes excavation, preparation of subsoil, placing of concrete, stone, bricks, etc. All of this. The foundation work generally includes. ഏതാണ് ആൻസർ ആയിട്ട് എടുക്കാവുന്നത്? ഹലോ, നിങ്ങൾക്ക് കാണുന്നില്ലേ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ആൻസർ പറഞ്ഞോ. ഫൗണ്ടേഷൻ വർക്കിൽ ഇതിലേതാ വരിക? Excavation, preparation of subsoil, placing of concrete, stone, bricks, etc. Then all of this. ഏത് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക? ഫൗണ്ടേഷൻ, all of this. വേഗം ആൻസർ പറയട്ടാ. The foundation of a building is provided to. എന്തിനു വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻ എ, transmit the load to bearing surface uniformly, distribute the load over a large area, increase the stability of the structure. All of this. ഏതായിരിക്കും? All of this. ചിലപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് PDF ആയതുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ റാങ്ക് ഫയലിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കോമൺ ആയിരിക്കും. ഓക്കെ, ദി ലോവസ്റ്റ് ബിൽഡിംഗ് പാർട്ട് ഓഫ് എ ബിൽഡിംഗ് അപ്പോൺ വിച്ച് ദി സ്ട്രക്ചർ റെസ്റ്റ്. എവിടെയാണ് ആ സ്ട്രക്ചർ റെസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫൗണ്ടേഷൻ, ബേസ്മെന്റ്, പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചർ. ഏതാണ്? ഫൗണ്ടേഷൻ. This foundation of any structure is generally laid below the surface of the ground to. എന്തിനു വേണ്ടിയിട്ടാണ്? Secure a good natural bed, protect the foundation course from atmospheric influence, get stability. All of this. ഏതായിരിക്കും? All of this. Okay. The most common and simplest type of foundation, which is obtained by simply widening the area of the base of the wall. ആ ബേസ് ഓഫ് ദി വാൾ ജസ്റ്റ് വൈഡൻ ചെയ്യുക, ആ ഒരു പ്രോസസ്സിന് ആ ടൈപ്പ് ഫൗണ്ടേഷൻ, സിമ്പിൾസ്റ്റ് ടൈപ്പ്, അതിനെന്താണ് പറയാ? ഗ്രില്ലേജ്, റാഫ്റ്റ്, ഓപ്പൺ ട്രെഞ്ച്, വെൽ ഫൗണ്ടേഷൻ. ഏതായിരിക്കും? വേറെ അഡീഷണൽ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ആ വാളിന്റെ താഴെ കുഴിച്ച് വൈഡൻ ചെയ്യുന്ന ഫൗണ്ടേഷന് എന്താ പറയാ? ഓപ്പൺ ട്രെഞ്ച് ഫൗണ്ടേഷൻ. ആ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് അപ്പം മനസ്സിലാവും. ഇനി ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ഈസ് ജനറലി യൂസ്ഡ് ഇൻ ദി കേസ് ഓഫ്. എവിടെയാണ് കൊടുക്കുക ഗ്രില്ലേജ് ഫൗണ്ടേഷൻ? ഹെവി ലോഡ്, സാൻഡി സോയിൽ, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലാർജ്, സോഫ്റ്റ് റോക്ക്. എവിടെയായിരിക്കും? ഹെവി ലോഡ്. അടുത്തത്, ദി പാർട്ട് ഓഫ് എ ബിൽഡിംഗ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. അതറിയാവുന്നതല്ലേ? ഏതാണ് പറഞ്ഞത്? ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ഏതായിരിക്കും? സബ്സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ്, ഓൺ ക്ലേ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഫോർ എ ബിൽഡിംഗ് ഈസ്. ക്ലേ സോയിലില് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എത്രയാണ് കൊടുക്കുക? 0.4 to 0.6, 0.6 to 0.9, 0.9 to 1.6, then 1.6 to 3.2 മീറ്റർ. എത്രയായിരിക്കും വരിക? സി, ഓപ്ഷൻ സി ട്ടോ. 0.9 to 1.6. ഓക്കെ, ഓപ്ഷൻ സി ആണ്. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ജസ്റ്റ് ഞാനൊന്ന് നോക്കി നോക്കുന്നു. On clay, minimum depth of foundation for building എന്ന് പറയുന്നത് 0.9 to 0.6. Then for weaker soil, which of the following foundation is suitable? Weaker soil ആണ് പറഞ്ഞിരിക്കുന്നത്. റാഫ്റ്റ്, കോളം ഫൂട്ടിംഗ്, ഗ്രില്ലേജ് ഫൂട്ടിംഗ്, all of this. ഏതായിരിക്കും? വീക്കർ സോയിലിന് നമുക്ക് ഇതെല്ലാം കൊടുക്കാവുന്നതാണ്. ഷാലോ ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. സോ വി ക്യാൻ ചൂസ് all of this. Okay. ഇനി സാൻഡി സോയിൽ ആണ്. ഇൻ സാൻഡി സോയിൽ ദ ഫൗണ്ടേഷൻ യൂസ്ഡ് ഫോർ ഹെവി സ്ട്രക്ചറും ആണ്, അതുപോലെ സാൻഡി സോയിലും ആണ്. സോ അവിടെ യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഏതാണ്? സ്ട്രാപ്പ്, പിയർ, റാഫ്റ്റ്, എനി വൺ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? നോക്ക്, സാൻഡി സോയിൽ ആണ്, ഹെവി സ്ട്രക്ചർ ആണ്. അപ്പൊ ഏതായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക? ഹെവി സ്ട്രക്ചർ ഒക്കെ വരുമ്പോ ഏതാണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? പിയർ ഫൗണ്ടേഷൻ. ഓക്കെ, then a spread footing which supports 2 or more columns is termed as.
കമ്പൈൻഡ് ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, വെൽ ഫൗണ്ടേഷൻ, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഏതായിരിക്കും? സപ്പോർട്ട് 2 or more columns. Combined footing. Option A. The most commonly used deep foundation in a building. Pile, grillage, raft, well foundation. ഏതായിരിക്കും? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. ഏതായിരിക്കും? പൈൽ. ഇനി റാങ്കൈൻസ് ഫോർമുല ഏതാണ്? ഏതാ ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞോ. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. നോക്ക്. ഓപ്ഷൻ ബി. ഇത് നിങ്ങൾക്ക് എക്സാമിൽ വരുമ്പോ കൺഫ്യൂസിങ് ആയിരിക്കും കേട്ടോ. അങ്ങോട്ടും തിരിച്ചും മറിച്ചും സ്ക്വയറും ഇല്ലാതെയും അതുപോലെ 1 + sin θ മുകളിലും അത് തിരിച്ചു മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പൊ നല്ലോണം ഓർത്ത് പഠിച്ചോളൂ. P/W × 1 - sin θ / 1 + sin θ ഹോൾ സ്ക്വയർ കേട്ടോ. അടുത്തത് ദ റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ദി ഫൗണ്ടേഷൻ. ഫെയിലിയർ ഓഫ് ഫൗണ്ടേഷൻ ഓഫ് എ ബിൽഡിംഗ് ഈസ്. എങ്ങനെയാണ് ഫെയിൽ വരാനുള്ള ചാൻസസ്? Unequal settlement of soil, lateral escape of supporting material, withdrawal of subsoil moisture, all of this. All of this. അടുത്തത് മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ബിലോ ദി സർഫസ് ലെവൽ. നമ്മൾ എത്രയാണ് ഫൗണ്ടേഷന്റെ ഡെപ്ത് കൊടുക്കാറുള്ളത് യൂഷ്വലി? മിനിമം എത്രയാണ് വരുന്നത്? 40, 80, 100, 120. എത്രയാണ് വരിക? മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ 80 ആണ്. 80 സെന്റിമീറ്റർ. നമ്മൾ ആ വരയ്ക്കുമ്പോൾ കൊടുക്കാറില്ലേ ആ ടോട്ടൽ ഡെപ്ത് ആയിട്ട് താഴേക്ക്? ദാറ്റ് ഈസ് 80 സെന്റിമീറ്റർ. ഇനി ഓൺ ക്ലേയി സോയിൽ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ്. ക്ലേയി സോയിലില് എത്രയാണ്? ക്ലേയില് 16 ആണ്. 90 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി. ഓൺ ക്ലേയി സോയിൽ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പൊ എഴുതിയെടുക്കണമെങ്കിൽ മാർക്ക് ചെയ്തിടുക, അല്ലെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അറിയാത്തതുണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് വെക്കാം കേട്ടോ. അല്ലാതെ എല്ലാം കൂടി എഴുതിയെടുക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ. അടുത്തത് 17. ഫോർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓൺ സാൻഡ് മാക്സിമം ടോട്ടൽ സെറ്റിൽമെന്റ് ഈസ് ലിമിറ്റഡ് ടു. ഫോർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. റാഫ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുമ്പോൾ മാക്സിമം ടോട്ടൽ സെറ്റിൽമെന്റ് എത്രയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്? എത്ര വരെയാണ്? 50, 65, 75, 100. അത് ഓപ്ഷൻ ബി ആണ്. 65 mm കേട്ടോ. ഫോർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓൺ സാൻഡ് മാക്സിമം ടോട്ടൽ സെറ്റിൽമെന്റ് ഈസ് ലിമിറ്റഡ് ടു 65 mm. ഓക്കെ. നെക്സ്റ്റ് ഫോർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓൺ ക്ലേയി സോയിൽ. ഇതിപ്പോ നമ്മൾ ചോദിച്ചത് ഫോർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓൺ സാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഓൺ ക്ലേയി സോയിൽ മാക്സിമം സെറ്റിൽമെന്റ് ഈസ് ലിമിറ്റഡ് ടു. എത്രയായിരിക്കും? ദാറ്റ് ഈസ് 100 mm. ഓപ്ഷൻ എ 100 mm. ഇതിൽ വരുമ്പോ സാൻഡിൽ വരുമ്പോ മാക്സിമം സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് 65 ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലേയി സോയിലിൽ വരുമ്പോ മാക്സിമം സെറ്റിൽമെന്റ് ഇറ്റ്സ് ലിമിറ്റഡ് ടു 100 mm. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫൗണ്ടേഷൻ ഈസ് ഓൾസോ നോൺ ആസ് മാറ്റ് ഫൗണ്ടേഷൻ? ഓപ്ഷൻ വായിക്കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. മാറ്റ് ഫൗണ്ടേഷന്റെ വേറെ പേരെന്താണ്? റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഓപ്ഷൻ ബി. 20. In sandy soil, which of the foundation is preferred for heavy structure? ഏതാണ്? സാൻഡി സോയിലിൽ ഹെവി സ്ട്രക്ചർ വരുമ്പോൾ നമ്മൾ ഏതാ കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പിയർ ഫൗണ്ടേഷൻ. ഓക്കെ. അതായത് സാൻഡ് വരുമ്പോ എന്താണ് എന്തൊരു റീസൺ ഉണ്ടായിരുന്നു. സാൻഡി സോയിൽ വരുമ്പോ വാട്ടർ അവിടെ ഫൗണ്ടേഷനിലെ ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഇല്ലല്ലോ സാൻഡിന്. അപ്പൊ അവിടെ സോയിൽ ഒരു സ്ലിപ്പ് വന്നിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ പിയർ ഫൗണ്ടേഷൻ നോർമലി കൊടുക്കുന്നത് നമ്മൾ. ഓക്കെ. അടുത്തത് പൈൽ ഫൗണ്ടേഷൻ ഈസ് ജനറലി യൂസ്ഡ് വെൻ ദി സോയിൽ ഈസ്. എപ്പോഴാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്? കംപ്രസിബിൾ, വാട്ടർ ലോക്ഡ്, മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻ എന്തോ മിസ്റ്റേക്ക് ആണ്. ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും വരാ? എപ്പോഴാണ് നമ്മൾ ഓൾ ഓഫ് ദിസ് ആണ് അതിന്റെ ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബ്രിഡ്ജസ്? ബ്രിഡ്ജസിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് കൊടുക്കേണ്ടത്? ബ്രിഡ്ജസിന് പൈൽ. ഓപ്ഷൻ സി പൈൽ കേട്ടോ. അടുത്തത് എ കമ്പൈൻഡ് ഫൂട്ടിംഗ് ഈസ് കോമൺലി യൂസ്ഡ് വെൻ under a set of walls, under a set of columns, 2 columns are spaced close to each other, 2 columns are spaced far apart. എപ്പോഴാണ്?
എപ്പോഴാണ് C. നമ്മൾ കമ്പൈൻ ഓപ്ഷൻ സി. 2 columns are spaced close to each other. ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഫൂട്ടിംഗ് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ദി ഡയാമീറ്റർ ഓഫ് ഡ്രിൽഡ് പൈൽസ് ഷുഡ് നോട്ട് എക്സീഡ്. എത്രയാണ് വരിക? ഡയാമീറ്റർ ഓഫ് ഡ്രിൽഡ് പൈൽസിന്റെ ഷുഡ് നോട്ട് എക്സീഡ് എത്രയാണ്? 100 mm, 200 mm, 600 mm, 650 mm. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 600 mm ആണ്. ദി ഡയാമീറ്റർ ഓഫ് ഡ്രിൽഡ് പൈൽസ് ഷുഡ് നോട്ട് എക്സീഡ് 600 mm. അടുത്തത്, സജസ്റ്റ് ഫൗണ്ടേഷൻ ഫോർ ഒരു ഓർഡിനറി ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിന് ഏത് ഫൗണ്ടേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? സ്പ്രെഡ് ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ. ഏത് ടൈപ്പ് ആയിരിക്കും ഒരു ഓർഡിനറി ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിന്? സ്പ്രെഡ് ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ. ഓപ്ഷൻ എ ആണ് പിക്ക് ചെയ്യാവുന്നത്. സജസ്റ്റ് ഫൗണ്ടേഷൻ ഫോർ an ഓർഡിനറി ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ഈസ് സ്പ്രെഡ് ഫൂട്ടിംഗ്. ഓക്കെ. അടുത്തത്, ഇൻ വെരി ഡീപ്പ് വാട്ടർ ദി ഫൗണ്ടേഷൻ ഫോർ എ ബ്രിഡ്ജ് യൂസ്ഡ് ഈസ് പിയർ, കേസൺ, റാഫ്റ്റ്. ഏതാണ് വരിക? കേസൺ ഫൗണ്ടേഷൻ. ഓക്കെ. അടുത്ത 27, സേഫ് ബയറിംഗ് കപ്പാസിറ്റി SBCയുടെ വാല്യൂ ഏതാണ് ഇക്വേഷൻ വരിക? സേഫ് ബയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ് വരിക? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അൾട്ടിമേറ്റ് ബയറിംഗ് ഏതാണ്? ഓപ്ഷൻ പറ. B. ഓപ്ഷൻ ബി, അൾട്ടിമേറ്റ് ബയറിംഗ് പവർ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫൗണ്ടേഷൻ which consists of a thick RCC slab covering wall area. ഏതാണ് വരുന്നത്? ഒരു RCC raft foundation. Option D, raft foundation. The foundation in which a cantilever beam is used for joining two footings. ഏതാണ്? Strap. The load acting on the foundation is, foundationൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഏതാണ്? Dead load, live load, wind load, all of this. Okay. All of this. Okay. The load of furniture, equipments, weight of people, etc. kept in a building is. Furniture load ഒക്കെ ഏതാ വരുന്നത്? Live load. Live load. Option A. Then അടുത്തത്, recess provided with main wall for new work is called frog, combing, toothing, footing. ഏതാണ് വരുന്നത്? Recess toothing. Option C. The superstructure of a building contains walls or columns, load of floor and temporary materials such as furniture, persons and animals, all of this. The superstructure of a building consists of. ഏതാണ് വരിക? Superstructure of അത് all of this ആണ് കേട്ടോ. എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്തത്, എക്സാമ്പിൾ ഫോർ ഡീപ്പ് ഫൗണ്ടേഷൻ, മാറ്റ്, വെല്ല്, ഗ്രില്ലേജ്, സ്റ്റെപ്പ് ഫൗണ്ടേഷൻ. ഏതാണ്? വെൽ ഫൗണ്ടേഷൻ. അടുത്തത്, piles driven at an inclination to resist inclined or horizontal forces. Okay, ഒരു inclinationൽ കൊടുക്കുന്നത് ഏതാണ്? battered pile. In underreamed pile, a bulb can increase the bearing capacity of soil up to -%. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എത്രയാണ്? ഒരു ബൾബിന് എത്രയാണ് ബെയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി? നമ്മള് റാങ്ക് ഫയലിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. 50%. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മൾ പഠിച്ചോളൂ. ഒരു ബൾബിന് 50% ബയറിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സ്പ്രെഡിംഗ് സോയിൽ? സ്റ്റോണിംഗ് സോയിൽ, ഓർഡിനറി ക്ലേ, സാൻഡ് ആൻഡ് ഗ്രാവൽ, കോമൺ എർത്ത്. സ്പ്രെഡിംഗ് സോയിൽ. വാട്ട് ഈസ് സ്പ്രെഡിംഗ് സോയിൽ? അതായത് നമ്മുടെ എക്സ്പാൻസീവ് സോയിലിന് തന്നെയാണ് പറയുന്നത് സ്പ്രെഡിംഗ് സോയിലിന്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഏതായിരിക്കും? ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് എക്സ്പാൻസീവ് സോയിൽ? സ്റ്റോൺ അതെന്തായാലും പറ്റില്ല. ഓർഡിനറി ക്ലേ, ദെൻ കോമൺ എർത്ത്, സാൻഡ് ആൻഡ് ഗ്രാവൽ. ഏതായിരിക്കും? ഇതിൽ ഓപ്ഷൻ ആയിട്ട് പിക്ക് ചെയ്തിരിക്കുന്നത് സാൻഡ് ആൻഡ് ഗ്രാവൽ ആണ്. അത് ചിലപ്പോ ഈ വാട്ടറിന്റെ പ്രസൻസ് വന്നിട്ട് സാൻഡിന്റെ എക്സ്പാൻഷൻ നടക്കുന്ന ആ ഒരു ഫിനോമിനൺ ആവും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അല്ലാതെ നമ്മുടെ നോർമലുള്ള എക്സ്പാൻസീവ് സോയിൽ ആവണമെന്നില്ല. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞോ. ഈ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ അണ്ടർറീംഡ് പൈലില്ലേ, അത് ഒരു ബൾബില് 50% ഇൻക്രീസ് ചെയ്യുന്നതാണോ അതോ വേറെ ഫൗണ്ടേഷൻ വെച്ച് നോക്കുമ്പോൾ 50% കൂടുതൽ?
എ ബൾബ് ക്യാൻ ഇൻക്രീസ്. അണ്ടർറീംഡ് പൈലിൽ പറയുമ്പോൾ 2-3 പൈല് ബൾബുകൾ ഉണ്ടാവും അതില് ഒരു ബൾബ് തന്നെ എത്ര ബാരിങ് കപ്പാസിറ്റി ഓഫ് സോയിൽ അപ് ടു എവിടെ എത്ര വരെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇയാളെന്താ ചോദിച്ചത്? എന്താ ഉദ്ദേശിച്ചത്? ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം 2 ഫൗണ്ടേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലല്ല, അണ്ടർറീംഡ് അങ്ങനെയല്ല. അണ്ടർറീംഡ് അങ്ങനെ 2 ഫൗണ്ടേഷനെ കമ്പയർ ചെയ്യുന്നതല്ല. അണ്ടർറീംഡ് പൈലില് ഒരു ബൾബിന് ബാരിങ് കപ്പാസിറ്റി ഓഫ് സോയിൽ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് 2 ഫൗണ്ടേഷൻ തമ്മിലുള്ള കമ്പാരിസൺ അല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ബൾബിന് എത്ര ഇൻക്രീസ് ചെയ്യാം വേണമെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യന് കറക്ഷൻ ആണോ എന്ന്. ഇങ്ങനെ തന്നെ ആയിരിക്കും. അടുത്തത് ദി റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സാച്ചുറേറ്റഡ് സോയിൽ ഡ്യൂ ടു സ്ക്യൂസിങ് ഔട്ട് ഓഫ് വാട്ടർ ഫ്രം ദി സോയിൽ. വാട്ടർ പോയിട്ട് സ്ക്യൂസിങ് ഔട്ട് ഓഫ് വാട്ടർ, ആ വോളിയം റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? കൺസോൾട്ടേഷൻ. ഓക്കെ. ഇനി എയറിന്റെ റിമൂവൽ ആണെന്ന് വെച്ചാലോ? എയർ ആണ് റിമൂവ് ചെയ്ത് പോണെന്ന് വെച്ചാൽ കോമ്പാക്ഷൻ. The soil transported by water and deposited at the mouth of the stream is called alluvial soil, aeolian soil, marine soil, transported soil. ഏതാണ്? അതായിരിക്കാം. പക്ഷെ ഇതില് ഓപ്ഷൻ വന്നിരിക്കുന്നത് മറൈൻ സോയിൽ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കതൊരു ഡൗട്ട് ഉണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. എയർലിയൻ സോയിൽ ആണ് ട്രാൻസ്പോർട്ടഡ് ബൈ വാട്ടർ വരേണ്ടത്. ഇനി ഡെപ്പോസിറ്റഡ് അറ്റ് ദി മൗത്ത് ഓഫ് ദി സ്ട്രീം വരുന്നതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഈ ബ്ലൂ കളറിൽ സർക്കിൾ ചെയ്തിടുന്നത് നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. വായിക്കാൻ നോക്കുമ്പോൾ പഠിക്കാൻ നോക്കുമ്പോൾ അതിനെ കൺസിഡർ ചെയ്തിട്ട് ഇപ്പോ അടുത്തത് which of the following methods is adopted to improve the bearing capacity of a soil by draining the soil? All of this. Okay. 40, all of it. 41. For weaker soil, which of the following foundation is used? Raft, grillage, column, footing, all of this. All of this. അടുത്തത് which of the following is increasing the bearing capacity of soil? Bearing by compaction. ബാക്കിയുള്ളവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ നിങ്ങൾക്ക്? Which of the following is increasing the bearing capacity? എങ്ങനെയാണ് bearing capacity of the soil increase ചെയ്യുന്നത്? By compaction piles. Okay. അടുത്തത് safe bearing capacity of a hard rock. ഹാർഡ് റോക്കിന്റെ bearing capacity ഏതാണ് വരിക? ഏതാണ്? അത് ഓപ്ഷൻ മാർക്ക് ചെയ്ത് പഠിക്കുക. ഓപ്ഷൻ ഡി, above 250 ton per meter square ആണ് കേട്ടോ. സേഫ് bearing capacity SBC വാല്യൂ ഫോർ ഹാർഡ് റോക്ക് above 250 ആണ് വരുന്നത്. Then next question. Precast concrete piles are usually എന്താണ്? Plain and reinforced concrete, reinforced concrete and pre-stressed concrete, reinforced concrete only, none of this. Precast concrete piles are usually എന്താണ്? That is option B ആണ്. Reinforced concrete or pre-stressed concrete കേട്ടോ. അടുത്തത് which of the following is used to make sheet piles? Sheet piles ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? കോൺക്രീറ്റ്, വുഡ്, സ്റ്റീൽ, all of this. ഏത് വെച്ചിട്ടായിരിക്കാം? ഇതിലെല്ലാം യൂസ് ചെയ്തൂടെ? എല്ലാം യൂസ് ചെയ്യാം. all of this ആണ് കേട്ടോ. നമുക്ക് ഈ ഷീറ്റ് പൈലിന്റെ തന്നെ ചില കണ്ടീഷൻസിൽ ആ പെർമനന്റ് വോളായിട്ട് പിന്നീട് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കോൺക്രീറ്റും സ്റ്റീലും ഒക്കെ യൂസ് ചെയ്യാവുന്നത്. അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമുക്ക് വുഡ് വെച്ച് മാറ്റിക്കളയാവുന്ന രീതിയിൽ ഷീറ്റുകളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചില സമയത്ത് അതെന്നെ ആ വോളായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ഫോർ മേക്കിംഗ് ദി ബ്രിക്സ്, ദി പ്രോസസ് ഓഫ് മിക്സിങ്, ക്ലേയും വാട്ടറും അതെല്ലാം മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയാ? ടെമ്പറിങ്. ടെമ്പറിങ്. ഓപ്ഷൻ എ, ടെമ്പർ. അടുത്തത് എ കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് പൈൽ വിത്ത് one or more enlarged bulb on the stem is called. ഏതാണ് വരാം? Under-rimmed pile. Which one is not commonly used for excavation work? Not question ശ്രദ്ധിച്ചോളൂ. Not commonly used for excavation work ആണ് ചോദിച്ചിരിക്കുന്നത്.
പിക്കാക്സ്, ഷവൽ, ചിസൽ, സ്പേഡ്സ്. ഏതാണ് യൂസ് ചെയ്യാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ചിസൽ. നമ്മൾ പെട്ടെന്ന് കോമൺലി യൂസ്ഡ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ആൻസർ പിക്ക് ചെയ്യാൻ നിൽക്കരുത്. നോട്ട് കോമൺലി യൂസ്ഡ് ആണ് പിക്ക് ചെയ്യേണ്ടത്. അടുത്തത്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ലീഡ് ആൻഡ് ലിഫ്റ്റ് ഓഫ് ദി എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിൽ ആൻഡ് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്? 50 meter and 1.5. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 30. ഓപ്ഷൻ ബി ആണ്. 30 meter ആൻഡ് 1.5 meter. അടുത്തത്, ദി മെത്തേഡ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി എർത്ത് വർക്ക് വിത്ത് മോർ ആക്യുറസി. ഏത് വെച്ച് മെത്തേഡാണ് നമ്മൾ എർത്ത് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്? ട്രപ്പിസോയിഡൽ, മിഡ് ഓർഡിനേറ്റ് റൂൾ, എൻഡ് ഏരിയ ഫോർമുല, പ്രിസ്മോയിഡൽ ഫോർമുല. ഏതാണ് എർത്ത് വർക്ക് കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ? പ്രിസ്മോയിഡൽ ഫോർമുല. ഓപ്ഷൻ ഡി. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദി വെർട്ടിക്കാലിറ്റി ഓഫ് എ മെഷീനറി വാൾ? പ്ലംബ് വാട്ടർ. 51A പ്ലംബ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ വെർട്ടിക്കാലിറ്റി? മെഷീനറി വാളിന്റെ വെർട്ടിക്കാലിറ്റി നമ്മൾ പ്ലംബ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. അടുത്തത്, ദി പൈൽ വിച്ച് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ബൾബ് ഫിൽഡ് വിത്ത് കോൺക്രീറ്റ് അറ്റ് ഇറ്റ്സ് ലോവർ എൻഡ് ഈസ് നോൺ ആസ് ഫെൻഡർ പൈൽ, ഫ്രാങ്കി പൈൽ, മാക്കാദർ പൈൽ, then none of this. ഏതാണ് വരുന്നത്? അത് none of this ആണ് കേട്ടോ. ബൾബ് വരുമ്പോൾ അത് അണ്ടർറിംഡ് ആണ് വരിക. അതതിലില്ല, അതുകൊണ്ട് none of this ആണ് വരിക. അടുത്തത്, ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്സ് ലെയ്ഡ് ഇൻ മോട്ടാർ ഈസ് കോൾഡ്? ഏതാണ് വരിക? കോഴ്സ്. ഓപ്ഷൻ ഡി. കോഴ്സ്. ഹൊറിസോണ്ടൽ ലെയർ ഓഫ് ബ്രിക്സ് ലെയ്ഡ് ഇൻ മോട്ടാർ ഈസ് കോൾഡ് കോഴ്സ്. അടുത്തത്, the brick laid with its length perpendicular to face of the wall is known as? Length perpendicular. Header. Length perpendicular ആവുമ്പോൾ header. ഇനി the brick laid with its length parallel to face of the wall ഏതായിരിക്കും? അപ്പോ ഇത് പെർപെൻഡിക്കുലർ ഹെഡർ ആണെന്ന് വെച്ചാൽ പാരലൽ ഏതായിരിക്കും? സ്ട്രക്ചർ. ഇനി thickness of RCC work in slab is? സ്ലാബിന് കൊടുക്കുന്നത് എത്രയാണ് തിക്നെസ് വരുന്നത്? 56. എത്രയായിരിക്കും? 8, 10, 12, all of this. അത് all of this ആണല്ലോ കൊടുക്കുന്നത്. തിക്നെസ് ഓഫ് RCC വർക്ക് ഇൻ സ്ലാബ്. ചെക്ക് ചെയ്യാട്ടോ. അടുത്തത്, പോയിന്റിംഗ് ദി മോട്ടാർ ജോയിന്റ്സ് ഓഫ് ദി വാൾസ് ആൻഡ് സ്ട്രക്ചർ ഈസ് ടു? എന്തിനാണ് പോയിന്റിംഗ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദി ജോയിന്റ്സ് ഫ്രം അറ്റ്മോസ്ഫിയറിക് ഇൻഫ്ലുവൻസ്, ഇംപ്രൂവ് ദി അപ്പിയറൻസ്, പ്രൊട്ടക്ട് ഫ്രം ഡിസൻറ്റഗ്രേറ്റിംഗ് ഇഫക്ട്സ് ഓഫ് സൺ, റെയിൻ ആൻഡ് ഫ്രോസ്റ്റ്, ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? ഓൾ ഓഫ് ദിസ്. കട്ട് ഓഫ് പോർഷൻ ഓഫ് എ ബ്രിക്ക് ലെങ്ത് വൈസ് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ പോർഷൻ ഏതാണ്? ക്യൂബിക് ക്ലോസ്. അത് നമ്മുടെ റാങ്ക് ഫയലിൽ ഉണ്ടായിരുന്നതാണ് ക്യൂബിക് ക്ലോസ്. The portion of a brick with a cut made across the width wise cut ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് വരിക? Bat. The external corner or angles of the walls are called? ഏതാണ്? Point. Option A. ഇനി അടുത്തത്, the special forms of bricks which are generally used for ഈ സൈഡ് കാണുന്നില്ല അല്ലെ? എന്തോ ഞാൻ വായിക്കാം. 61 അല്ലെ? ദി സ്പെഷ്യൽ ഫോംസ് ഓഫ് ബ്രിക്സ് വിച്ച് ആർ ജനറലി യൂസ്ഡ് ഫോർ ഫോമിംഗ് acute angles or corners in a brick masonry is called? അതാണ് ക്വസ്റ്റ്യൻ. acute അല്ലെങ്കിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ? മിട്രഡ് ക്ലോസർ അല്ലേ? ഇതല്ലേ വരുന്നേ? ഏതാ പറഞ്ഞത് നിങ്ങൾ? എനിക്ക് ക്ലിയർ ആയില്ല. ഓപ്ഷൻ ഏതാ പറഞ്ഞേ? ബിയോ? ബോക്സ് ആണോ പറഞ്ഞത്? ബോക്സ്. അക്യൂട്ട് അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുമ്പോ മിട്രഡ് ക്ലോസർ അല്ലേ? നോക്കാം ഞാൻ. നോക്കട്ടെ. ആരുടെയോ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഭയങ്കര എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അടുത്തത്,
A brick with both edges rounded is not termed as ഏതാണ് രണ്ട് സൈഡും Comma. ഓപ്ഷൻ എ കൗനോസ് ബ്രിക്ക്. അടുത്തത് one of the following is only used in exceptional areas cases when ends are required to join at an angle. Which one? ഏതാണ് അങ്ങനെ യൂസ് ചെയ്യാവുന്നത്? 3. One of the following is only used in exceptional cases as when the ends are required to join at an angle. ക്വസ്റ്റ്യൻ എന്തോ കൺഫ്യൂസിങ് ആണ്. ഓപ്ഷൻ ബി കോയിൻസിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ കോർണറിനെ പറയുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. അത് കോയിൻസ് എന്നാണ് അതിൽ കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡൗട്ട് അത്രയും ഡൗട്ടുള്ളതിലേക്കൊന്നും പോകണ്ട കേട്ടോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, these are the chips or stones used for packing up and filling the interstices in stone masonry. void spaces ഒക്കെ fill ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതിന് എന്താ പറയുന്നത്? D. D. Spalls. Option D. Spalls. The brick used for earthing of thick walls is bat, header, coins, king closer. ഏതാണ്? Bat. ഹെഡർ ആണല്ലോ. ഡൗട്ടുള്ള ഞാൻ നോക്കാം, ഇപ്പൊ സമയം കളയാനില്ല. ഓക്കെ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വേഗം റീഡ് ചെയ്ത് പോകണം. ഓക്കെ, ദി മാക്സിമം ഹൈറ്റ് ഓഫ് മേസണറി ടു ബി റേസ്ഡ് ഇൻ എ ഡേ. ഒരു ദിവസത്തില് എത്രയാണ് എക്സീഡ് ചെയ്യാൻ പാടില്ല? അതിന്റെ ലിമിറ്റ് എത്രയാ പറയാറുള്ളത്? 1.5 meter. 1.5 meter. ദി കോർണർ ഇൻ മേസണറി ഈസ് കോൾഡ്. ആ കോർണറിനെ നമ്മൾ എന്താ പറയുന്നത്? കോയിൻസ്. ഓപ്ഷൻ സി. 68. The headers and structures are laid in alternative course. Alternative course ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വരുമ്പോ അതിനെന്താണ് നമ്മൾ പറയുന്നത്? ഇംഗ്ലീഷ് ബോണ്ട്. ഈച്ച് കോഴ്സ് കൺസിസ്റ്റ് ഓഫ്. ഒരു കോഴ്സിൽ തന്നെ ഹെഡേഴ്സും സ്ട്രക്ചേഴ്സും വരുമ്പോ അതിനെന്താ പറയാ? ഫ്ലെമിഷ് ബോണ്ട്. അടുത്തത് ദി ടൈപ്പ് ഓഫ് ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ഹെഡിങ് ആൻഡ് സ്ട്രെച്ചിങ്. അതായത് ഹെഡർ ആൻഡ് സ്ട്രക്ചർ കോഴ്സ് സോ അറേഞ്ച് ദാറ്റ് വൺ ഹെഡർ കോഴ്സ് കംസ് ആഫ്റ്റർ. ഒരു കുറെ സെവറൽ സ്ട്രക്ചേഴ്സിന് ഒരു ഹെഡർ കോഴ്സ് കൊടുക്കുന്ന ആ ഒരു ബോണ്ടിനെ നമ്മൾ എന്താ പറയുന്നത്? കുറെ സെവറൽ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഒരു ഇത് കൊടുക്കുന്നത്, ഹെഡർ കൊടുക്കുന്നത് ഏതാണ്? ഫേസിംഗ് ബോണ്ട് ആണ്. ഓപ്ഷൻ ബി ഫേസിംഗ് ബോണ്ട്. അത് ശ്രദ്ധിച്ചോളൂ. ഹെഡർ കോഴ്സ് കംസ് ആഫ്റ്റർ സെവറൽ സ്ട്രെച്ചിങ് കോഴ്സ്, ദാറ്റ് ഈസ് ഫേസിംഗ് ബോണ്ട്. അടുത്തത് 71. ഫോർ ഓൾ വാൾ തിക്നെസ്. എല്ലാ ടൈപ്പിനും ഏത് ബോണ്ടാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്? ഏതാ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബോണ്ട്? ഏതാ? ഇംഗ്ലീഷ് ബോണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബോണ്ടാണ്. ഓക്കെ, അടുത്തത് 72. 1 cubic meter ഓഫ് ബ്രിക് മേസണറി. എത്ര ബ്രിക്സ് ഉണ്ടാവുക? 500 ബ്രിക്സ്. അടുത്ത 73. ഇൻ എക്സ്പാൻഷൻ ജോയിന്റ് its thickness in brick wall must be more than. എത്രയാണ് വരിക? In an expansion joint its thickness in brick wall must be more than. Option A 20 mm. Option A 20 mm. അടുത്തത് the curtain wall carries. ഏതാണ് curtain wall എന്ന് പറയുമ്പോൾ ഏതിലോടാ വരുന്നത്? എന്ത് വെയിറ്റ് ആണ് അതിൽ വരിക? സെൽഫ് വെയിറ്റ് മാത്രമാണ് ക്യാരി ചെയ്യുള്ളൂ. curtain wall carries self weight only. അടുത്തത് which of the bonds given below is used in brickwork? Stretching bond, English bond, facing bond, all of this. ഏതായിരിക്കും? All of this. What is the minimum wall thickness required for a single Flemish bond brick wall? Single Flemish bond വരുന്ന wall thickness എത്രയാണ്? 1.5 wall thickness. Option D ആണ്. A course of stone provided immediately below the cornice. String course, blocking course, lacing course, freeze. ഏതാണ് വരിക? Freeze. Immediately below the cornice വരുന്നത് freeze. അടുത്തത് as per BIS the maximum limit of water absorption grade AA bricks. അതിന് എത്രയാണ് ലിമിറ്റ് വരുന്നത്? 10, 15, 20, 25. Option C 20% കേട്ടോ.
As per BIS, the maximum limit of water absorption by weight for grade AA bricks എന്ന് പറയുന്നത് 20%. അടുത്തത് the type of bonding in which all courses laid are as headers. എല്ലാം headers വരുന്ന ആ Header ബോണ്ട് bond. ഏതാണ്? Header bond. Option Header. D. Header bond. അടുത്തത് in stone masonry, minimum thickness of wall എത്രയാണ് വരാം? 15, 20, 30, 35. ഏതാണ്? 30 centimeter. 30. 30 ആണോ? 35 അല്ലേ? 35 കേട്ടോ, ഓപ്ഷൻ ഡി. 35 ആണ്. സ്റ്റോൺ മേസണറി മിനിമം തിക്നെസ് ഓഫ് വാൾ എന്ന് പറയുന്നത് 35 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തത് ദി അഗ്രിഗേറ്റ് വിച്ച് ഈസ് കോൾഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിട്ടൈൻഡ് ഓൺ. ഏത് സീവില് റീറ്റെയിൻ ചെയ്യുമ്പോഴാണ് അതിനെ കംപ്ലീറ്റ്ലി കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്? 4.75. ഓപ്ഷൻ എ. അടുത്തത് 82. The stone masonry of finely dressed stones laid in cement or lime mortar is called random rubble, coarse rubble, ashlar masonry, none of this. ഏതായിരിക്കും വരിക? നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ashlar masonry. റാങ്ക് ഫയൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അടുത്ത 83. The type of stone masonry in which stones of same height are laid in layers is called ഏതാണ്? Random rubble, coarse rubble masonry. Option B. The type of stone masonry in which stones of same height are laid in layers. അതിനെയാണ് coarse rubble masonry എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The masonry made from squared block of stones tooled to a true face on a wall on all sides is random, coarse, ashlar, dry masonry. ഏതാണ്? അതായത് അതിന് ആഷ്ലാർ മേസണറിയിൽ തന്നെയാണ് കേട്ടോ അതും ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്ക്വയർഡ് ബ്ലോക്ക് സ്റ്റോൺസ്, അതായത് അത് ചിസല് അത് ഷേപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു കാറ്റഗറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് വരുന്നത് ആഷ്ലാർ മേസണറിയിൽ തന്നെയാണ്. ഓക്കെ. അടുത്തത് ദി സ്റ്റോൺ എക്സ്റ്റെൻഡിങ് ത്രൂ ഔട്ട് ദി തിക്നെസ് ഓഫ് ദി വാൾ ആക്ട് ആസ് എ ബോൺ സ്റ്റോൺ ഈസ് ബെഡിങ് സ്റ്റോൺ, കോർബറ്റ് സ്റ്റോൺ, ഡ്രിപ്പ് സ്റ്റോൺ, ത്രൂ സ്റ്റോൺ. ഏതാണ്? ത്രൂ സ്റ്റോൺ. ഓപ്ഷൻ ഡി. അടുത്തത് 86. In an expansion joint in brickwork, wall must be wall must be dash in nominal thickness. More than 10, more than 20 mm, more than 30 mm, none of this. More than 20 mm. More than 20 mm. Option B. After completing the masonry wall, the work of finishing mortar joint. ഫിനിഷിംഗ് വർക്കിനെ നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ലാസ്റ്റ് വരുന്ന ഒരു വർക്കിനെ നമ്മൾ എന്താ പറയാ? ജോയിനിങ്, ടൂത്തിങ്, ഫിനിഷിംഗ്, പോയിന്റിങ്. ഏതായിരിക്കും? പോയിന്റിങ്. ഓപ്ഷൻ ഡി. പോയിന്റിങ്. അടുത്തത് ദി ഫ്രോഗ് ഈസ് ഡിഫൈൻഡ് ആസ് ടോപ്പ് മോസ്റ്റ് കോഴ്സ് ഓഫ് പ്ലിന്ത്, ഡിപ്രഷൻ ഓൺ ദി ഫേസ് ഓഫ് ബ്രിക്ക് യൂസ്ഡ് ഫോർ കോർണർ ഓഫ് വാൾ, നൺ ഓഫ് ദിസ്. ഏതാണ് ഫ്രോഗ്? Option B. Depression on the face or top face of the brick. At the 89, which one causes the failure of brick masonry? Rupture along vertical joint, shearing along horizontal plane, crushing due to overload, all of this. ഏതായിരിക്കും? All of this. ഫെയിലിയർ വരാവുന്ന എല്ലാതും ഒരു ചാൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓൾ ഓഫ് ദിസ്. അടുത്തത് സ്ട്രെച്ചർ ബോണ്ട്. എവിടെയാണ് നമ്മൾ ജനറലി സ്ട്രെച്ചർ ബോണ്ട് എവിടെയാ യൂസ് ചെയ്യുക? ഹാഫ് ബ്രിക്ക് വാൾ. സ്ട്രക്ചർ വാൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ബ്രിക്ക് വാൾ, പാർട്ടീഷൻ വാൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന. അടുത്തത് 91. ടു ഒബ്റ്റെയിൻ ഗുഡ് ബോണ്ടിങ് ഇൻ ബ്രിക്ക് മേസണറി. നമ്മുടെ ഇതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ആർ യൂസ്ഡ്, വെർട്ടിക്കൽ ജോയിന്റ്സ് ഇൻ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ആർ കെപ്റ്റ് ഇൻ പ്ലം ലൈൻ, ബാറ്റ്സ് ആർ യൂസ്ഡ് വെർ നെസസറി, ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? All of this. റാങ്ക് ഫയൽ ക്വസ്റ്റ്യൻ ആണ് അത്. 91. ഓക്കെ. ഓപ്ഷൻ ഡി. ഇമാജിനറി ലൈൻസ് കണ്ടെയ്നിങ് വെർട്ടിക്കൽ ജോയിന്റ്സ് ഓഫ് മേസണറി. പെർപെൻ. ഏതാ വരുന്നത്? 92. പെർപെൻ. ഓക്കെ. ഓപ്ഷൻ എ. ഇമാജിനറി ലൈൻ കണ്ടെയ്നിങ് വെർട്ടിക്കൽ ജോയിന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പെർപെൻ. അടുത്തത് ദി നോമിനൽ തിക്നെസ് ഓഫ് വൺ ബ്രിക്ക് വാൾ. വൺ ബ്രിക്ക് വാളിന്റെ നോമിനൽ തിക്നെസ് എത്രയാണ് വരിക? 90, 150. എത്രയാണ് വരിക? വൺ ബ്രിക്ക് വാൾ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 200 mm. 200 mm.
അടുത്തത് ക്ലാസ് റൂമിന്റെ ലൈവ് ലോഡ് ഫോർ ക്ലാസ് റൂം ബിൽഡിംഗ് എത്രയാണ് വരുന്നത്? 100 kg per meter. 400. ഓപ്ഷൻ സി. അടുത്തത് ദി ടേൺ ഔട്ട് ഓഫ് എ മേസൺ പെർ ഡേ ഇൻ ബ്രിക്ക് വർക്ക് യൂസിംഗ് സിമന്റ് മോട്ടാർ ഇൻ സൂപ്പർ സ്ട്രക്ചർ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി. കോഡി എന്നുള്ള വാല്യൂ ആണ്. എത്രയാണ് വരുന്നത് അറിയോ? 1.75 meter cube, 1.5 meter cube, 1.25 meter cube, 1 meter cube. എത്ര വർക്കാണ്? എത്രയാണ്? 1 ആണ്. ഓപ്ഷൻ ഡി 1 meter cube. ദി ടേൺ ഔട്ട് ഓഫ് എ മേസന്റെ പെർ ഡേ വർക്ക് ഇൻ brick work using cement mortar in superstructure as per standards should be 1 meter cube ആണ്. അടുത്തത് crushing strength of a first class brick. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ crushing strength എത്രയാണ് വരിക? 5 above 14 Newton per mm square. അടുത്തത് 97. The brickwork is usually expected to have moisture content of about expected to have moisture content 2%, 6%, 10%, 20%. എത്രയാണ് വരുന്നത്? The dry brickwork കേട്ടോ. Dry brick is usually expected to have moisture content. Dry brick എന്ന് പറയുമ്പോൾ എന്തായാലും കുറവായിരിക്കും. അപ്പൊ അതിന്റെ moisture content എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് 6%. The dry brick is usually expected to have moisture content of about 6%. അടുത്തത് the presence of soluble salt in brick causes effluence. ഇതിൽ ഏതാണ് വരിക? Efflorescence. Option C. അടുത്ത 99. In masonry structure, the horizontal distance between two vertical joints in successive layers. Horizontal distance ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാ? ലാബ്. വെർട്ടിക്കലി ചോദിക്കുമ്പോഴാണ് പെർഫെക്റ്റ് വരുന്നത്. ഓക്കെ. അടുത്തത് the indentation marks made on the top of the bricks to provide key for holding mortar. ഏതാണ്? Frog. Option C. Frog. അടുത്തത് a wall constructed to withstand pressure of earth filling. ഏതാണ്? Retaining wall. അടുത്തത് horizontal members used to support superimposed load above an opening. ഏതാണ്? Lintel. Option D. Lintel. Which one protects parapet wall from rainwater? ഏതാണ്? brick inlets, brick wall, corbel. ഏതാണ് വരിക? ഇതല്ലേ brick coping അല്ലേ? brick coping. Brick flooring is used in veranda, godown, workshop, any one of these. എവിടെയാണ്? brick flooring ആണ് കേട്ടോ. Godowns. Option B. To prevent the brick wall of a building from dampness through its plinth DPC is provided. എവിടെയാണ് DPC പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? എവിടെയാണ്? Between basement and brick wall. Option A. Between basement and brick wall. The concrete should be kept thoroughly wet for curing. എത്ര ടൈം ആണ് ക്യൂറിങ്ങിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? 14 days. Option B. 14 days minimum. At least 14 days എങ്കിലും വേണം. അടുത്തത് 107. The formwork from the sides of beams can be removed after. ഏതാണ്? Formwork for beams, side of beams removed after 1 day. 1 day. Option A ആണ് കേട്ടോ. 1 day. നിങ്ങളുടെ എങ്ങാനും ഇത് റെക്കോർഡിംഗ് എങ്ങാനും എപ്പോഴെങ്കിലും ഓഫ് ആവുകയാണെന്ന് വെച്ചാൽ എന്നോടൊന്ന് പറഞ്ഞോളൂ കേട്ടോ. അതിന് സിമ്പല് കാണുന്നില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഇതിൽ സ്പേസ് കുറവ് കാണിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് 108. The concrete slump recommend for beams and slab. ബീമും സ്ലാബിനും സ്ലംബ് കൊടുക്കുന്നത് എത്രയാണ്? പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാ? എത്രയാണ്? 75 to 125, 50 to 100, 30 to 125, 25 to 50. എത്രയാണ് വരിക? ബീംസ് ആൻഡ് സ്ലാബിന് കോൺക്രീറ്റ് സ്ലം റെക്കമെൻഡ് ചെയ്യുന്നത് എത്രയാ? 50 to 100. ഓപ്ഷൻ ബി. അടുത്തത് for 1 cubic meter finished concrete, the quantity of dry material required in their proportion is 1.54. Ication യൂസ് ചെയ്യുമ്പോഴതാണ് 1.54 meter cube. For 1 cubic meter finished concrete, the quantity of dry material ആണ്. അപ്പൊ നമ്മൾ ication എന്താണ്? 1.54 meter cube.
Then next question, in RCC, suitable proportion of cement sand coarse aggregate. ഏതാണ് usual proportion വരുന്നത് RCC ക്ക്? 1:2:4. Okay. അടുത്തത്, the compaction by vibrator. The concrete is unsuitable if it is plastic, semi-plastic, earth moist, dry. എപ്പോഴാണ് അത് അൺസ്യൂട്ടബിൾ ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴായിരിക്കും? It is option A. പ്ലാസ്റ്റിക് നേച്ചറിലാവുമ്പോഴാണ് അത് വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ട് അത് പ്ലാസ്റ്റിക് ആവുമ്പോഴാണ് അത് അൺസ്യൂട്ടബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത്, the strength and quality of concrete depend upon surface area of the aggregate, grading, okay, all of this. Option D. അടുത്തത്, in cement concrete, the water cement ratio is generally expressed per 10 kg, 20 kg, 30 kg, 50 kg. 50 kg. 50 kg. Option D, 50 kg. In cement concrete, water cement ratio is generally expressed per 50 kg. അടുത്തത്, വാട്ടർ റിക്വയർഡ് പെർ ബാഗ് ഓഫ് സിമെന്റിൽ എത്രയാണ് വാട്ടർ റിക്വയർമെന്റ് വരുന്നത്? 10, 20, 30, 35. എത്രയാണ് വരിക? പെർ ബാഗ് ഓഫ് സിമെന്റിന് എത്രയാണ് വരുന്നത്? 30 kg. ഓപ്ഷൻ സി, 30 kg സിമെന്റ് വാട്ടർ ആണ് വെയിറ്റ് ബൈ വെയിറ്റ് നമ്മൾ പറയുമ്പോൾ. ഓക്കെ. അടുത്തത്, which of the following is used to determine workability of cement concrete mix with a low water cement ratio? Tensile strength, compaction factor test, slump test, flexural strength test. ഏതാണ്? which of the following is used to determine workability? എപ്പോഴാണ് workability? with a low cement water, with a low ഏതാണ്? കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണ് കേട്ടോ. വർക്കബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറയുന്നത് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണ് വിത്ത് ലോ വാട്ടർ സിമെന്റ് റേഷ്യോ, ദാറ്റ് ഈസ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്. അടുത്തത്, ഫോർ കാൻഡിലിവർ ബീം മെയിൻ റീൻഫോഴ്സ്മെന്റ് ഈസ് പ്ലേസ്ഡ് അറ്റ്. കാൻഡിലിവർ ബീമിൽ എവിടെയാണ് മെയിൻ റീൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്യുന്നത്? എവിടെയാ? ടോപ്പിൽ. മാത്രം റിവേഴ്സ് വരുന്നതാണ്, ദാറ്റ് ഈസ് ടോപ്പിലായിരിക്കും. അടുത്തത്, ഇൻ ദ കോൺക്രീറ്റ് പാർട്ടീഷൻ വാൾ കൺസ്ട്രക്ഷൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ്ചർ? പാർട്ടീഷൻ വാളിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? പാർട്ടീഷൻ വാൾ കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് മിക്സ്ചർ യൂഷ്വലി യൂസ്ഡ് ഈസ് ഏതാണ്? M10, M20, M15, M25. ഏതായിരിക്കും? M15 ആണ് കേട്ടോ. ഓപ്ഷൻ സി, M15. അടുത്തത്, നമ്മൾ നേരത്തെ ബീമിന്റെ പറഞ്ഞു. ഓക്കെ. ഇനി ഇവിടെ വരുന്നത് ദി ഫോം വർക്ക് അണ്ടർ ദി സ്ലാബ്. അത് എപ്പോഴാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? 2, 4, 7, 14. ആ കോഡിലുള്ളതാണത്. എപ്പോഴാണ് സ്ലാബിൽ വരുന്നത്? 7 days ആണ്. ഓപ്ഷൻ സി, 7 days കേട്ടോ. അതെല്ലാറ്റിന്റെ ആ ഒരു ടേബിള് പഠിച്ചു വെച്ചോളൂ. അടുത്തത്, ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ ദി മാക്സിമം പെർമിസിബിൾ അഗ്രിഗേറ്റ് ഈസ്. മാക്സിമം പെർമിസിബിൾ സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിൽ മാക്സിമം പെർമിസിബിൾ സൈസ് ഓഫ് അഗ്രിഗേറ്റ് എത്രയാണ് വരുന്നത്? 6 mm, 8 mm, 40 mm, 12 mm. എത്രയാണ് വരിക? അഗ്രിഗേറ്റിന്റെ സൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഏറ്റവും ചെറിയ സൈസ് ഒന്നും എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല കൺസ്ട്രക്ഷൻ ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിന്. അപ്പൊ എന്തായിരിക്കും വരിക? 40 mm. ഇനി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് മാനുഫാക്ചർഡ് ഫ്രം. എവിടെ നിന്നാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്? ലൈംസ്റ്റോൺ, ലൈം ആൻഡ് ജിപ്സം, ലൈം, പൊസലോണ ആൻഡ് ക്ലേ, പൊസലോണ. ഏതാണ്? ലൈം ആൻഡ് ജിപ്സം. ഓപ്ഷൻ ബി, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് മാനുഫാക്ചർഡ് ഫ്രം ലൈം ആൻഡ് ജിപ്സം. അടുത്തത്, ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് ജിപ്സം ഈസ് ആഡഡ്. എന്തിനാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്? to control to achieve color and controlling the setting time. Option B. നിങ്ങളെ ഓപ്ഷൻസ് ഇത് മാർക്ക് ചെയ്തത് ഞാൻ ഇടും, പക്ഷെ എന്നാലും ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം വെച്ചാൽ ഈ PDF ഇത് സേവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് വീഡിയോ കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴെങ്കിലും എടുത്തു നോക്കുക കേട്ടോ. അടുത്തത്, ദി മെയിൻ ഒബ്ജക്റ്റ് ഓഫ് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ്. Eliminate the air hole, achieve maximum quality of concrete, eliminate cavity if any, all of this. ഏതായിരിക്കും വരിക? എന്തിനാണ് കോമ്പാക്ഷൻ ചെയ്യുന്നത്? ഓൾ ഓഫ് ദിസ്. അതായത് എയർ ഹോൾസ് റിമൂവ് ചെയ്യുക, കാവിറ്റി, അത് തന്നെയാണ് എയർ ഹോൾസ് എന്ന് പറഞ്ഞത്. സോ ഓൾ ഓഫ് ദിസ് ആണ് വരുന്നത്.
അടുത്തത് സെപ്പറേഷൻ ഓഫ് വാട്ടർ ഓർ വാട്ടർ സാൻഡ് സിമെന്റ് ഫ്രം ഫ്രഷ്ലി കോൺക്രീറ്റ്. അതിന് വാട്ടർ സ്ക്യൂട്ട്സ് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? എന്താണത്? ബ്ലീഡിംഗ്. ഓപ്ഷൻ ഡി ബ്ലീഡിംഗ്. അടുത്തത് എ കവറിംഗ് ഓഫ് കോൺക്രീറ്റ് പ്ലേസ്ഡ് ഓൺ ദി എക്സ്പോസ്ഡ് ടോപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ വാൾ ഈസ് നോൺ ആസ് ലിൻഡൽ, കോപ്പിംഗ്, കോർണൈസ് ഓർ കോർബൽ. ഏതാണ് വരാം? Copy. അടുത്തത് ദി മോട്ടാർ ഇൻ വിച്ച് ബോത്ത് സിമെന്റ് ആൻഡ് ലൈം യൂസ്ഡ് ആസ് ബൈൻഡിംഗ് മെറ്റീരിയൽ ഈസ് കോൾഡ്. ഏതാണ്? ഗേജ്ഡ് മോട്ടാർ, ലൈറ്റ് വെയിറ്റ് മോട്ടാർ, ഗേജ്ഡ് മോട്ടാർ. ഓപ്ഷൻ എ ഗേജ്ഡ് മോട്ടാർ. ദി മോട്ടാർ ഇൻ വിച്ച് ബോത്ത് സിമെന്റ് ആൻഡ് ലൈം ആർ യൂസ്ഡ് ആസ് ബൈൻഡിംഗ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് ഗേജ്ഡ് മോട്ടാർ. അടുത്തത് ദി ഓർണമെന്റൽ മോൾഡഡ് കോഴ്സ് പ്ലേസ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി വാൾ. ഏതാണ്? ഞാൻ എന്താ പറഞ്ഞത്? ഓർണമെന്റൽ എന്ന് പറയുമ്പോൾ ഏതാ എടുക്കണ്ടെന്ന് പറഞ്ഞത്? Nice. കോർണൈസ്. അടുത്തത് ദി കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് എഫക്ട്സ് ഇസ്. എന്തിനൊക്കെയാണ് എഫക്ട് ചെയ്യുക? ഡെൻസിറ്റി, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ഓൾ ഓഫ് ദിസ്. കോമ്പാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓഫ് ദിസ്. ഓപ്ഷൻ ഡി. അത് ഡെൻസിറ്റിനെയും അതുപോലെ സ്ട്രെങ്തിനെയും ഡ്യൂറബിലിറ്റിനെയും എല്ലാം എഫക്ട് ചെയ്യും. ഓക്കെ. അടുത്തത് ദി പ്രൊപ്പോർഷൻ ഓഫ് സിമെന്റ് മോട്ടാർ യൂസ്ഡ് ഫോർ DPC, ഡാം പ്രൂഫ് കോഴ്സിൽ യൂസ് ചെയ്യുന്ന സിമെന്റ് മോട്ടാറിന്റെ പ്രൊപ്പോർഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1:6, 1:5, 1:4, 1:2. ഏതാണ് DPCയിൽ എടുക്കാവുന്ന പ്രൊപ്പോർഷൻ? 1:2 ട്ടോ. ഓപ്ഷൻ ഡി 1:2. ദി പ്രൊപ്പോർഷൻ ഓഫ് സിമെന്റ് മോട്ടാർ യൂസ്ഡ് ഫോർ DPC ഈസ് 1:2. അടുത്തത് one of the following is not suitable to measure the workability of concrete. വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ സൂട്ടബിൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സ്ലം ടെസ്റ്റ്, VB ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, സ്പെസിഫിക് സർഫസ് ടെസ്റ്റ്. ഏതാണ്? ഡി. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളാം. വിച്ച് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു മെഷർ വർക്കബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ VB ടെസ്റ്റ്, സ്ലം ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഒക്കെ നമ്മൾ ഇത് വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ അതിൽ സ്പെസിഫിക് സർഫസ് ആണ് നമ്മൾ യൂസ് ചെയ്യാത്തത്. അടുത്തത് സർഫസ് വൈബ്രേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ. എന്തിനാണ്? പ്രീ കേസ് യൂണിറ്റ്, ഇൻസിറ്റു വർക്ക്, ഫാക്ടറി വർക്ക്, റോഡ് വർക്ക്. സർഫസ് വൈബ്രേറ്റർ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യാറുള്ളത്? റോഡ് വർക്ക്. ഓപ്ഷൻ ഡി. അടുത്തത് ഫോർ സൈറ്റ് എക്സ്പ്ലോറേഷൻ ഹാൻഡ് ഓഗേഴ്സ്. ഹാൻഡ് ഓഗേഴ്സ് വരുന്നതിന്റെ ഡെപ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര വരുന്നത്? എത്ര? 6 മീറ്റർ. ആദ്യത്തെ വരുന്നത് 3 മീറ്ററും പിന്നെ ഹാൻഡ് ഓഗറിങ് വരുന്നത് 6 മീറ്റർ ഡെപ്ത് ആണ് വരുന്നത്. ടെസ്റ്റ് ബിറ്റ് വരുമ്പോൾ 3 മീറ്റർ, പിന്നെ വരുന്നതാണ് 6 മീറ്റർ. അടുത്തത് ദി സെപ്പറേഷൻ ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി കോഴ്സ് അഗ്രിഗേറ്റിന്റെ സെപ്പറേഷന് നമ്മൾ എന്താ പറയാ? വാട്ടർ സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന ബ്ലീഡിംഗ് ആണ്. ഇനി കോഴ്സ് അഗ്രിഗേറ്റ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? സെഗ്രിഗേഷൻ. ഓപ്ഷൻ ബി. അടുത്തത് 133. ദി പോർഷൻ ഓഫ് ബിൽഡിംഗ് ഇൻ വിച്ച് DPC is provided will be foundation, roof slab, basement, foundation concrete. Basement. In a building, dampness is due to. എന്തുകൊണ്ടൊക്കെയാണ് ഡാംനെസ് വരാം? ഗ്രൗണ്ട് മോയ്സ്ചർ, റെയിൻ വാട്ടർ, ഡിഫക്റ്റീവ് കൺസ്ട്രക്ഷൻ, എനി വൺ ഓഫ് ദിസ്. ഏതായിരിക്കും? ദി ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് എക്സ്ട്രാഡോസ്. ഏതാണ്? Crown. സോറി. ഓക്കെ. അടുത്തത് ദി എൻഡ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച് ഈസ്. എൻഡ് സപ്പോർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരിക? അബട്ട്മെന്റ്. ഇടയിലുള്ളതോ? ഇന്റർമീഡിയറ്റ് സപ്പോർട്ടോ? പിയർ. ഓക്കെ. എൻ ആർച്ച് കൺസ്ട്രക്റ്റഡ് വിത്ത് ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺ. അതിന്റെ ടൈപ്പ് ആർച്ച് ആയിരിക്കും? നമ്മൾ ആഷ്ലാർ മേഷനറി പറഞ്ഞ പോലെ തന്നെ ആഷ്ലാർ ആർച്ച്. ഫൈൻലി ഡ്രസ്ഡ് സ്റ്റോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നത് ആഷ്ലാർ ആർച്ച്. Where the crown is located. Highest point on the extrados of arch, highest point on the intrados, setback, any one of this. ഏതായിരിക്കും വരിക? നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? highest point on the extrados of an arch ആണ് crown എന്ന് പറയുന്നത്. Which stone is placed at the crown? ക്രൗണിൽ വെക്കുന്ന സ്റ്റോണിനെ നമ്മൾ എന്ത് സ്റ്റോൺ എന്നാ പറയാ? കീ സ്റ്റോൺ. ഓക്കെ. ഓപ്ഷൻ എ കീ സ്റ്റോൺ. അടുത്തത്
ലിൻഡൽസ് മേ ബി മെയ്ഡ് ഓഫ്. ലിൻഡൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? വുഡ്, ബ്രിക്ക്, റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ദെൻ ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും വരിക? All of this. ഓൾ ഓഫ് ദിസ്. എന്ത് ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ഇൻട്രാഡോസ് ആൻഡ് സപ്പോർട്ട് ഓഫ് എൻ ആർച്ച് ഈസ് നോൺ ആസ് സ്പ്രിംഗിങ് ലൈൻ, സെന്റർ ലൈൻ, സ്ട്രൈക്കിംഗ് ലൈൻ, പ്രൊഫൈൽ. ഏതാണ് വരുന്നത്? Springing. സ്പ്രിംഗിങ് ലൈൻ. ഇൻട്രാഡോസും അതുപോലെ സപ്പോർട്ടും തമ്മിലുള്ള ലൈനെയാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് 142. ലിൻഡൽ മസ്റ്റ് ബി സ്ട്രോങ് ടു റെസിസ്റ്റ് ഫെയിലിയർ ഡ്യൂ ടു ദി ഫോഴ്സ് ഓഫ് കംപ്രഷൻ, ടെൻഷൻ, ഷിയർ, ഓൾ ഓഫ് ദിസ്. എന്തായിരിക്കും? Compression ആണോ? ഫെയിലിയർ ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ഓൾ ഓഫ് Com- ദിസ് ആണ് അതിൽ വരുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്നത് നോക്കട്ടെ. ആണ് വരും, നോക്കാം. അടുത്തത് ഡ്യൂറിംഗ് ദി കൺസ്ട്രക്ഷൻ ഓഫ് എൻ ആർച്ച് ദിസ് ടെമ്പററി സ്ട്രക്ചർ യൂസ്ഡ് ടു സപ്പോർട്ട് ദി ആർച്ച്. ആർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ടെമ്പററി സ്ട്രക്ചറിന് നമ്മൾ എന്താണ് പറയുന്നത്? സെന്ററിങ്. ഓപ്ഷൻ എ Centering. സെന്ററിങ്. ഓക്കെ. അടുത്തത് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ്ട്രാഡോസ് ആൻഡ് ഇൻട്രാഡോസ് ഓഫ് എൻ ആർച്ച്. ഏതാണ് വരിക? ആർച്ചിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രാഡോസും എക്സ്ട്രാഡോസും തമ്മിലുള്ള ഡെപ്ത് ഏതാ വരുന്നത്? അത് സോറി, ഡെപ്ത് ആണ് കേട്ടോ. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രിക്ക് വാൾ? നോട്ട് എ ബ്രിക്ക് വാൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗേജ്ഡ് ആർച്ച്, ആക്സ്ഡ് ആർച്ച്, റഫ് ബ്രിക്ക് ആർച്ച്, ആഷ്ലാർ ആർച്ച്. നോട്ട് എ ബ്രിക്ക് വാൾ ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ആഷ്ലാർ ആർച്ച് എന്നുള്ളൊരു കീ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്തോ ഒരു suitable അല്ല. ഓക്കെ. അടുത്തത് ദി ആംഗിൾ ഓഫ് സ്ക്യൂ ബാഗ്സ് ഈസ് യൂഷ്വലി. സ്ക്യൂ ബാഗിന്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് വരുന്നത്? 45, 60, 75, 90. എത്രയാണ് വരുന്നത്? ദി ആംഗിൾ ഓഫ് സ്ക്യൂ ബാഗ് ഈസ് ജനറലി 60 ഡിഗ്രി. ഓപ്ഷൻ ബി 60 ഡിഗ്രി. അടുത്തത് 147. ദി ഡെപ്ത് ഓഫ് എൻ ആർച്ച് ഈസ് ജനറലി ഈക്വൽ ടു. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് വരിക? ദി ഡെപ്ത് ഓഫ് എൻ ആർച്ച് ഈസ് ജനറലി ഈക്വൽ ടു. ഇതില് ഓപ്ഷൻ ബി ആണ് വരുന്നത്. 3 or 4. ഇത് മാർക്ക് ചെയ്യാനേ ശരിക്കും പറ്റുന്നില്ല. 3 or 4 കോഴ്സസ് ഓഫ് ബ്രിക്ക്. ഓപ്ഷൻ ബി ആണ് കേട്ടോ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദി ഡെപ്ത് ഓഫ് എന്താണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ഏതിലെ ക്വസ്റ്റ്യൻസ്? ഇത് അഡീഷണൽ. ഇനിയുള്ളത് നിങ്ങൾക്ക് അഡീഷണൽ ബുക്സ് ചെയ്ത് വേറെ സോഴ്സ് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ റാങ്ക് ഫയലിൽ 400 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് PK നായർ എന്നുള്ള ടെക്സ്റ്റൈലിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവ് ബുക്കുകളിൽ നിന്നും അതുപോലെ ഗേറ്റിന്റെ ഒക്കെ ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. പല സോഴ്സിൽ നിന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അടുത്തത് ദി അണ്ടർ സർഫസ് ഓഫ് എൻ ആർച്ച്. ഏതാണ്? സ്ക്യൂ ബാഗ്, ഹാഞ്ച്, ഇൻട്രാഡോസ്, സ്പാൻഡൽ. അണ്ടർ സർഫസ് ഓഫ് എൻ ആർച്ചിന് നമ്മൾ എന്താ പറയാ? ഇൻട്രാഡോസ്. ഓക്കെ. അടുത്തത് എൻ ആർച്ച് മേ ഫെയിൽ ഡ്യൂ ടു uneven settlement of abutment, sliding of voices, crushing of the material, all of this. Arch എങ്ങനെ fail? All of this. Option D. അടുത്തത് which is more suitable for small span? Rough brick arch, gauge arch, rough cut brick arch, concrete block arch. സ്മോൾ സ്പാനിന് സൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ആർച്ച് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? സ്മോൾ സ്പാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ ചൂസ് റഫ് ബ്രിക്ക് ആർച്ച്. Okay, which is more suitable for small spans, that is rough brick arch. അടുത്തത് the lower half portion of a arch between crown and skew back. ഏതാണ് വരിക? ലോവർ ഹാഫ് പോർഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? haunch. ഓപ്ഷൻ സി haunch. അടുത്തത് ഇന്നർ സർഫസ് ഓഫ് എൻ ആർച്ച് ഈസ് termed as. ഏതാണ്? ഇന്നർ സർഫസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് വരിക? സോഫിറ്റ്. The series of arches are called. എന്താണ്? ഒരു സീരീസ് ഓഫ് ആർച്ചിനെ നമ്മൾ എന്താ പറയാ? ആർക്കേഡ്. ഓപ്ഷൻ ബി ആർക്കേഡ്. Which of the following is not brick arch? Rough brick arch, axed brick arch, gauged arch, none of this.
Act. ഏതാണ് അത്? വേണ്ട കേട്ടോ, ആ ക്വസ്റ്റ്യൻ വേണ്ട. അടുത്തത് ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച് ഈസ് കോൾഡ്. ഏതാണ് ഇന്നർ കർവ് ഓഫ് എൻ ആർച്ച് എന്ന് പറയുമ്പോൾ ഏതാണ് വരാ? Introduce. ഇൻട്രാഡോസ്. ഓക്കെ, ഓപ്ഷൻ എ ഇൻട്രാഡോസ്. അടുത്തത് ദി ഹൊറിസോണ്ടൽ അപ്പർ പാർട്ട് ഓഫ് എ സ്റ്റെപ്പ് ഓൺ വിച്ച് ഫൂട്ട് ഈസ് പ്ലേസ്ഡ്. ഏതാണ് വരാ? Thread. ട്രെഡ്. നമ്മൾ ഉണ്ടായിരുന്നതാണ്. ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പാർട്ടിന് പറയുന്നതാണ് ട്രെഡ്. അടുത്തത് എ സ്ട്രെയിറ്റ് സ്റ്റെപ്പ് ഹാവിംഗ് എ പാരലൽ വിഡ്ത്ത് ഓഫ് ട്രെഡ് ഈസ് കോൾഡ് Flyer. ഫ്ലയർ. ഓപ്ഷൻ എ ഫ്ലയർ. അടുത്തത് ബിറ്റ്വീൻ ടു ലാൻഡിങ്സ് എ സീരീസ് ഓഫ് അൺബ്രോക്കൺ സ്റ്റെപ്സ് ഈസ് കോൾഡ്. രണ്ട് Flight. ലാൻഡിങ്ങിന്റെ ഇടയിൽ ഫ്ലൈറ്റ്. ഓപ്ഷൻ എ ഫ്ലൈറ്റ്. അടുത്തത് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ട്രെഡ് ഫേസ് ഈസ് കോൾഡ്. ഏതാണ്? Rise. റൈസ്. ഓപ്ഷൻ ഡി റൈസ്. ഡ്യൂറിംഗ് ദി യൂസ് ഓഫ് സ്റ്റെയർസ് വിച്ച് വൺ ഹെൽപ്സ് ടു ടേക്ക് റെസ്റ്റ് എടുക്കുക, അതുപോലെ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? Landing. ലാൻഡിങ്. ഓപ്ഷൻ സി ലാൻഡിങ്. ദെൻ അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ, ആർച്ച് അല്ല, അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ ഏതാണ് വരാ? Soffit. സോഫിറ്റൻ. അത് ഏതിലായാലും സോഫിറ്റ് തന്നെയാണ് വരുന്നത്. ദി ആംഗുലാർ സ്റ്റെപ്സ് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്റ്റെപ്സിനെ നമ്മൾ എന്താ പറയാ? Winders. വിൻഡേഴ്സ്. ഓക്കെ, ഓപ്ഷൻ ഡി വിൻഡേഴ്സ്. അടുത്തത് 163 ദി തിക്നെസ് ഓഫ് ദി ട്രെഡ് ഇൻ വുഡ് സ്റ്റെയർസ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് ഈസ്. വുഡൻ സ്റ്റെയർസിൽ തിക്നെസ് ഓഫ് ട്രെഡിന്റെ ലിമിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് വരാ? അത് മാർക്ക് ചെയ്യുക. 3.8 സെന്റിമീറ്റർ ആണ് കേട്ടോ. thickness of tread in wood stairs is usually adopted is 3.8 centimeter. അടുത്തത് the inclination of the sides of the roof to the horizontal plane. ആ inclination നമ്മൾ എന്താ പറയുന്നത്? Pitch. പിച്ച്. ഓപ്ഷൻ എ പിച്ച്. അടുത്തത് എ റൂഫ് വിച്ച് സ്ലോപ്സ് ഇൻ 4 ഡയറക്ഷൻ, 4 ഡയറക്ഷനിലേക്കും സ്ലോപ്പ് ചെയ്തിട്ടുള്ള റൂഫിനെ എന്താണ് പറയുന്നത്? Hipped roof. Hipped roof. Option D hipped roof. The member which is placed horizontally to support common rafter of a sloping roof is Purlin. Purlin. Okay. Option B purlin. അടുത്തത് a projected stone which is usually provided to serve as a support for trusses and beams is known as. എന്താണ് ഒരു പ്രൊജക്റ്റഡ് സ്റ്റോൺ? Corbel. ഓപ്ഷൻ ബി. അടുത്തത് 168 the horizontal wooden or steel members used to support common rafters of sloping roof where span is large. Purlin. Purlin. Okay. സപ്പോർട്ടിന് ചോദിക്കുമ്പോൾ നമുക്ക് പർലിൻ. the members which support the covering materials, റൂഫിന്റെ കവറിംഗ് മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? Purlin. കവറിംഗ് മെറ്റീരിയൽസ് സപ്പോർട്ട് ചെയ്യുന്നത് Purlin തന്നെ support ചെയ്യുന്നത്. പർലിനാണ്. Rafters are birds mounted over wall plates. Why? അത് നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ റാങ്ക് ഫയലിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്തായിരുന്നു? Sliding. ഓർമ്മയുണ്ടോ? To prevent their സ്ലിപ്പിംഗ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് ദി വുഡൻ ക്യൂൻ പോസ്റ്റ് ട്രസ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ. വുഡൻ ക്യൂൻ പോസ്റ്റ് ട്രസ് അതിന്റെ സ്പാൻ എത്രയാണ് വരുന്നത് അറിയോ? അത് 9 to 14 മീറ്റർ ആണ് കേട്ടോ. വുഡൻ ക്യൂൻ പോസ്റ്റ് ട്രസ് വരുമ്പോൾ അതിന്റെ സ്പാൻ വരുന്നത് 9 to 14 മീറ്റർ. അടുത്തത് ഇനി ജനറലി നോർമൽ ഉള്ള കിങ് പോസ്റ്റ് ട്രസ് എത്രയാണ് വരുന്നത്? 5 to 8. 5 to 8. A king post truss is suitable for roof span varying from 5 to 8 meter. അടുത്തത് a queen post truss is suitable for roofs of span varying from. queen post എന്ന് പറയുമ്പോൾ എത്രയാണ് സ്പാൻ വരിക? 8 to 12. 8 to 12. കിങ് വരുന്നത് ചെറുതും ക്യൂൻ വരുന്നത് 8 to 12 ആണ്. a queen post truss has എത്ര പോസ്റ്റ് ആണ് വരുന്നത്? 1, 2, 3 any one of these. ഏതാണ് വരുന്നത്? 2 vertical post. ക്യൂൻ പോസ്റ്റില് 2 vertical post ഉണ്ട്.
In the king post truss, there is a central vertical member joining with a tie beam. That joint is strengthened by. എന്ത് വെച്ചിട്ടാണ് അത് സ്ട്രെങ്തൻ ചെയ്യുന്നത്? Strut, jib and cotter, MS strap, purlin and cleat. ഏതാണ് വരുന്നത്? അതെനിക്കൊരു ഡൗട്ട് ഉണ്ട്. സ്ട്രട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. അടുത്തത് ദി വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് എ ഷട്ടർ ഫ്രെയിം ഈസ് നോൺ ആസ്. ഏതാണ് വരിക? പോസ്റ്റ് വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് ഷട്ടർ ഫ്രെയിം ഏതാണ്? സ്റ്റൈൽ അല്ലേ വരുന്നത്? സ്റ്റൈൽ അല്ലേ? ഫ്രെയിമിന്റെ വരുമ്പോ സ്റ്റൈലാണ് വരുന്നത്. ഓപ്ഷൻ എ. അത് ഫിഗർ നല്ലോണം പഠിച്ചോളൂട്ടോ, ഏതിന്റെ ആണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഇത് ഷട്ടർ ഫ്രെയിമിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വരുന്ന വെർട്ടിക്കൽ സൈഡ് വരുന്നത് സ്റ്റൈലാണ്. അടുത്തത് എ ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വാൾ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് എ പിച്ച്ഡ് റൂഫ് ഈസ് നോൺ ആസ്. ആ ട്രയാങ്കുലർ പോർഷന് ഏതാണ് വരിക? ഗേബിൾ. ഓപ്ഷൻ ബി ഗേബിൾ. 180 ആയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അടുത്തത് 178. ദി അപ്പെക്സ് പാർട്ട് ഓഫ് എ പവലിയൻ ഈസ് ഹിപ്പ്, റിഡ്ജ്, ഗേബിൾ, പർലിൻ. ഏതാണ് വരിക? ദാറ്റ് ഈസ് റിഡ്ജ്. ഓപ്ഷൻ ബി റിഡ്ജ്. അടുത്തത് ദി അപ്പർ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് എ ക്വീൻ പോസ്റ്റ് ട്രസ് ഈസ് ക്വീൻ റോഡ്, സ്ട്രട്ട്, സ്ട്രെയിനിങ് ബീം. ഏതാണ് വരിക? സ്ട്രെയിനിങ് ബീം. ഓപ്ഷൻ ഡി. അടുത്തത് ദി സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് സ്ലോപ്പിംഗ് റൂഫ് ഇൻ വിച്ച് റാഫ്റ്റേഴ്സ് സ്ലോപ്പ് ടു വൺ സൈഡ്. ഏതാണ് വരിക? ഒരു സൈഡിലേക്ക് മാത്രം സ്ലോപ്പ് ചെയ്യുന്ന ലീൻ ടു റൂഫ്. അപ്പൊ ഇത്ര വെച്ചിട്ട് ഞാൻ ഇന്നത്തെ നിർത്താണ്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ വരെ മാർക്ക് ചെയ്ത ഫയല് ഞാൻ നിങ്ങൾക്ക് ആപ്പില് സ്റ്റഡി മെറ്റീരിയലിൽ ഇന്ന് തന്നെ ഇടാം. ഇപ്പൊ തന്നെ ഇടില്ല, ഉച്ചരിഞ്ഞിട്ട് എങ്ങാനും ഇടാം. ഓക്കെ, അപ്പൊ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എടുത്തൊന്ന് വായിച്ചു നോക്കാം. അതിലെ ബ്ലൂ കളർ കൊണ്ട് റൗണ്ട് ചെയ്തിട്ടുള്ളത് നോക്കണ്ട, ബാക്കിയുള്ളത് നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു. എന്താണ് ക്ലിയർ ആയില്ല? എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 175? ഓക്കെ, അത് ഞാൻ ഡൗട്ട് മാർക്ക് ചെയ്തിട്ടതാണ്. സ്ട്രട്ട് ആണോ MS സ്ട്രപ്പ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്, അതുകൊണ്ടാണ്.